ഉത്തരവാദിത്വമുള്ള സത്യസന്ധനായ കുട്ടിയാണ്. ജീവിതത്തിൽ ആളുകൾ വിശ്വസിക്കുന്ന വ്യക്തിയാകണം. ആറാമത്തത് നേതൃത്വമാണ്, ലീഡർഷിപ്പ്. ഓരോ കുട്ടിയും നേതാവാകണമെന്നില്ല, പക്ഷേ ഓരോ കുട്ടിക്കും നേതൃത്വം നൽകാൻ പഠിക്കാം. ടീമിൽ പ്രവർത്തിക്കാൻ, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, ഇവയെല്ലാം പഠിക്കേണ്ട കഴിവുകളാണ്. 7 ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മിടുക്കുള്ള നിരവധി കുട്ടികൾക്ക് സംസാരിക്കാൻ പേടിയാണ്. ഇന്റർവ്യൂവിലും ജോലിയിലും ജീവിതത്തിലും ഇത് വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ. ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും കേൾക്കാനും ആശയങ്ങൾ അവതരിപ്പിക്കാനും കുട്ടി പഠിക്കണം. ഇനി 8ാമത്തെ പ്രശ്ന പരിഹാര ശേഷിയാണ്, പ്രോബ്ലം സോൾവിംഗ് ആണ്. ഓരോ പ്രശ്നവും മറ്റാരെങ്കിലും പരിഹരിക്കുമെന്ന് കാത്തിരിക്കുന്ന കുട്ടിയല്ല, ഇതിന് ഒരു പരിഹാരം കണ്ടെത്താം എന്ന് ചിന്തിക്കുന്ന കുട്ടിയാണ് ഭാവിയിൽ വിജയിക്കുക. 9 തുടർച്ചയായി പഠിക്കാനുള്ള മനോഭാവം, കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. ഇന്ന് പഠിച്ചതുകൊണ്ട് മാത്രം മതിയാകില്ല, ലോകം അതിവേഗം മാറുകയാണ്. പുതിയ കഴിവുകൾ ജീവിതം മുഴുവൻ പഠിക്കാൻ കുട്ടിയെ പ്രാപ്തനാക്കണം. ഇനി അവസാനത്തത് 10ാമത്തത് വൈകാരിക ബുദ്ധിയാണ്, ഇമോഷണൽ ഇന്റലിജൻസ്. കോപം നിയന്ത്രിക്കാൻ, പരാജയം അംഗീകരിക്കാൻ, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ, സമ്മർദ്ദങ്ങളെ നേരിടാൻ, ഇതെല്ലാം കുട്ടികൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത കഴിവുകളാണ്. കരിയർ എഡ്യൂമേറ്റ് എങ്ങനെ സഹായിക്കും? കരിയർ എഡ്യൂമേറ്റിൽ ഞങ്ങൾ കുട്ടിയുടെ മാർക്ക് മാത്രം നോക്കുന്നില്ല. ഞങ്ങൾ ശാസ്ത്രീയമായ സൈക്കോമെട്രിക് കരിയർ അസസ്മെന്റ് വഴി കുട്ടിയുടെ വ്യക്തിത്വം, താല്പര്യങ്ങൾ, കഴിവുകൾ, അതുപോലെ പഠനശൈലി, പ്രചോദന ഘടകങ്ങൾ, ഭാവിയിൽ അനുയോജ്യമായ കരിയർ മേഖലകൾ എന്നിവ കണ്ടെത്തിക്കൊടുത്ത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വ്യക്തിഗത കരിയർ റോഡ് മാപ്പ് നൽകുന്നു. കാരണം ഓരോ കുട്ടിയും മിടുക്കനാണ്, പക്ഷേ ഓരോ കുട്ടിയുടെയും മിടുക്ക് ഒരുപോലെയല്ല, വ്യത്യസ്തമാണ്. ആ മിടുക്ക് കണ്ടെത്തി അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയാണ് കരിയർ എഡ്യൂമേറ്റിന്റെ ദൗത്യം. നിങ്ങളുടെ കുട്ടിയുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കരിയർ എഡ്യൂമേറ്റിന് താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടൂ. നമുക്കിരിക്കാം, നമുക്ക് ശരിയാക്കാം. ഇന്നത്തെ ഒരു ശരിയായ തീരുമാനമാണ് നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത 20 വർഷത്തെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. സോ നമുക്കിരിക്കാം, നമുക്ക് കാണാം. താങ്ക് യു.